ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴാൻ വൻ ഭക്തജന തിരക്കാണ്. രാത്രി 9:30 വരെയാണ് നട തുറന്നിരിക്കുക. 1.5 ലക്ഷം ഭക്തർ എത്തിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച രാത്രി നടക്കുന്ന അത്തം വലിയ ഗുരുതോടെയാണ് ഉത്സവം സമാപിക്കുക. ലേബി സജീന്ദ്രനും വീണ സനുവുമുണ്ട് ചോറ്റാനിക്കരയിൽ നിന്നും. ആദ്യം ലേബിയിലേക്ക്. ലേബി, ഇപ്പോൾ 1.5 ലക്ഷം ഭക്തരൊക്കെ എത്തിച്ചേരുന്ന വലിയ ഉത്സവമാണ്. മകം തൊഴാൻ സ്ത്രീകളുടെ വലിയ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. 2 മണിക്ക് നട തുറന്നല്ലോ. സ്മൃതി, വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അല്പം മുമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ നട തുറന്നു. ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെ ദർശിക്കാനായി. ഈ സമയത്ത് ചോറ്റാനിക്കര ദേവീ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് പോലും പുണ്യമെന്നാണ് വിശ്വാസം. സ്മൃതി, എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2 പതിറ്റാണ്ടായി അമ്മ അനുഗ്രഹം തരുന്നുണ്ട്. എങ്ങനെ വന്നാലും ഇവിടെ വന്ന് ഈ മൈക്ക് പിടിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കും കിട്ടുന്നുണ്ട്. വളരെ ഭക്തിപൂർവ്വമാണ് എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളോട് എത്തുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോഴും പുരുഷന്മാരും ഇങ്ങോട്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തുന്നു. എല്ലാവർക്കും ഈ ദിവസം ഈ സമയത്തിനും പ്രാധാന്യമുണ്ട്. സ്മൃതി, ഈ 2 മണി സമയത്താണ് മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നത്. വില്ലുമംഗല സ്വാമിയാർക്ക് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകിയ പുണ്യ നിമിഷമാണ് ഈ 2 മണി. ഈ സമയത്താണ് നട തുറന്ന മകം തൊഴലിൻ്റെ ഈ മഹോത്സവം തുടങ്ങിയിരിക്കുന്നത്. ചോറ്റാനിക്കര ദേവീക്ഷേത്ര സന്നിധിയിലെ ഉത്സവത്തിൻ്റെ 7ാം നാളാണ് ഈ മകം തൊഴൽ എന്ന വിശേഷാൽ ചടങ്ങ് നടക്കുന്നത്. മറ്റേത് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമ്മയെ തങ്കഗോളക വളരെ വിശേഷാൽ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് ഒരുക്കി അമ്മയെ ഇറക്കുന്നു. ആ പുണ്യദർശനം മഹാഭാഗ്യമെന്ന് കരുതുന്നു. ഈ ദിവസം ഇങ്ങോട്ടെത്തിയാൽ അതിൽ ദോഷങ്ങളൊക്കെ മാറും, ഒപ്പം എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. അഭീഷ്ടവരദായിനിയാണ് ചോറ്റാനിക്കര അമ്മ. ചോറ്റാനിക്കര അമ്മയെ ഈ സർവാഭരണ വിഭൂഷിതയായി ദർശിക്കുമ്പോൾ അത്രത്തോളം പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ദൂരെ നിന്നൊക്കെയാണോ എത്തുന്നത്? അമ്മ നാരായണി, ലക്ഷ്മി നാരായണി, ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരെയൊക്കെ കാണാം. അമ്മയെ വലിയ വിശ്വാസമല്ലേ ഈ ദിവസം വന്ന് ദർശിക്കാൻ? അതെ. ദേവീ സ്തോത്രമൊക്കെ ജപിച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവ്വമാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് ക്യൂവിൽ കയറിയതാണ്. നമ്മൾ വന്ന പിന്നെ നന്നായിരിക്കുന്നുണ്ട്. എല്ലാ ഒരു ഇതും ഇല്ലാണ്ട് നമ്മുടെ അനുഗ്രഹവും ഉണ്ട്. ഇന്നലെ വന്ന് ഇരുട്ടണം, 3 വർഷമായി ഇരുട്ടണം. സ്മൃതി, ഇവിടെ ഇന്നലെ മുതൽ രൂപപ്പെട്ട ക്യൂ ആണ്. ഈ 4 നടപ്പന്തലുകളിൽ കിഴക്കോട്ടുള്ള നട, കീഴ്ക്കാവിലേക്കുള്ള നട മാത്രമാണ് അടച്ചിരിക്കുന്നത്. ബാക്കി 3 ഗോപുരങ്ങളും അടച്ചുകൊണ്ട് 3 ഗോപുര നടകളിലും നീണ്ട ക്യൂ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാകും. വളരെ ഭക്തിപൂർവ്വം തന്നെയല്ലേ ഇങ്ങോട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ ക്യൂ നിൽക്കണതാ. ഇപ്പോഴാണ് ഇവിടം വരെ വരാൻ സാധിച്ചത്. അമ്മയെ വന്ന് ഇന്നത്തെ ദിവസം കാണുമ്പോൾ എന്താ മനസ്സിന്റെ പ്രത്യേകത? വെള്ളമൊക്കെ കഴിച്ചാണ് ഞങ്ങൾ നിൽക്കണത്. അമ്മയെ ഇന്നത്തെ ദിവസം കാണുന്നതിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, സീനിയർ സിറ്റിസൊക്കെ ഉള്ളതാണ്, കുഴപ്പമില്ല. ഈ ക്യൂ, നമ്മൾ ഈ മുൻഭാഗത്തെ ക്യൂ മാത്രമാണ് ഈ കാണുന്നത്. ഇതിങ്ങ് ചുറ്റി വളഞ്ഞ് പടിഞ്ഞാറേ ഗോപുരം കഴിഞ്ഞങ്ങ് പോവുകയാണ് ശരി ലേബി, ഇപ്പോൾ മുൻഭാഗത്തെ ക്യൂയ്ക്ക് മുന്നിൽ നിന്നാണ് ലേബി ഇപ്പോൾ ഭക്തരുടെ പ്രതികരണം അടക്കം എടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്നടക്കം ഭക്തർ എത്തിയിരിക്കുന്നു എന്നാണ് ആ കാഴ്ചയിൽ. മകം തൊഴിൽ സ്ത്രീകളുടെ മാത്രം ഒരു പ്രാർത്ഥനയല്ല, നിരവധി പുരുഷന്മാരും മകം തൊഴാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ സനു ഉണ്ട്. വീണ, ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഏതു ഭാഗത്താണ് വീണ നിൽക്കുന്നത്? എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, ഞാൻ നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ വടക്കേ നടയിലാണ്. ഇപ്പോൾ ലേബി പറഞ്ഞതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായൊരു കാഴ്ച അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, വൻ ഭക്തജന തിരക്കായി മാറിയിട്ടുണ്ട് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. നട തുറന്നു, 2 മണിക്ക് നട തുറന്നു. 9:30 വരെയാണ് ദർശന സമയം. പക്ഷേ ഇന്നത്തെ തിരക്കനുസരിച്ച് ആ 9:30 മണി എന്നുള്ളത് വീണ്ടും കൂടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇനി 9:30 മണിക്ക് ശേഷം മരങ്ങാട്ടുമന എന്നൊരു സ്ഥലത്തേക്ക് ചോറ്റാനിക്കരമ്മയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഇനിയും നടക്കാനുള്ളത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഭക്തർക്ക് തൊഴുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഭക്തജനങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ മറ്റസുഖങ്ങളോ വരികയാണെങ്കിൽ ആതുര സേവനങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കൂടാതെ
സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഉത്സവമാണ് ഈ സത്യത്തിൽ മകം തൊഴൽ എന്ന് പറയുന്നത്. പക്ഷേ സ്ത്രീ പുരുഷ ഭേദമന്യേ, അമ്മ പെങ്ങന്മാർ ഭേദമന്യേ എല്ലാവരും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ മകം തൊഴലിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരും ഓരോ ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്ന കാഴ്ച പോലും നമ്മളിവിടെ കണ്ടിരുന്നു നട തുറന്ന സമയത്ത്. എന്തായാലും ഭക്തി നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലാകെ മുഴങ്ങുന്നത്. സ്മൃതി. ശ്രീ ലേബി സജീന്ദ്രനും വീണ സനുവുമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്ക് നട തുറന്നിരിക്കുന്നു. ഭക്തപ്രവാഹമാണ് അവിടെയുള്ളത്.